വേദിയിലും സദസ്സിലുമുള്ള വേണ്ടപ്പെട്ടവരെ, നിങ്ങളുടെ വൈചാരിക വൈജ്ഞാനിക ഭാവങ്ങളെ തൊട്ടുണർത്തുന്ന രീതിയിലുള്ള പ്രഭാഷണ പരമ്പര ഇവിടെ നടക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഒരിക്കലും ദീർഘിപ്പിക്കില്ലെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. കേരളത്തിൻ്റെ നൈതികവും ധാർമ്മികവുമായിട്ടുള്ള പുരോഗതിക്ക് വേണ്ടി കേരളത്തെ പുതിയ ആകാശത്തിലേക്കും പുതിയ ഭൂമിയിലേക്കും പുതിയ വായുവിലേക്കും നമ്മളെ ക്ഷണിച്ച കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് ഒരു സാമൂഹ്യ നീതിയുടെ പശ്ചാത്തലം നൽകിയ ശ്രീ യു കലാനാഥൻ മാസ്റ്ററെ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ വേദി ഒരുക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ കേരള യുക്തിവാദി സംഘത്തിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മണ്ണിനും മനസ്സിനും ഭൂമിയുടെ ചേലാഞ്ചലത്തിൽ തീ കൊടുക്കാൻ അനുവദിക്കില്ല എന്ന് നമ്മളോട് പ്രഖ്യാപിച്ച് 2 ദിവസം മുന്നേ മൺമറഞ്ഞു പോയ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗഡ്ഗിലിനുള്ള ആദരവ് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ സമ്മേളനത്തിൻ്റെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നമ്മുടെ സമൂഹം മതപരമായിട്ടുള്ള വിവേചനത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ലോകമെമ്പാടും പിന്തിരിപ്പൻ സ്വഭാവമുള്ള ശക്തികൾക്കാണ് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ലോകമെമ്പാടും മതമില്ലാതെ ജീവൻ വലിയ ഭീഷണി നേരിടുന്ന ഈ കാലഘട്ടത്തിൽ കണ്ണുനീർത്തുള്ളിയോടല്ല സ്ത്രീയെ ഉപമിക്കേണ്ടത്, അഗ്നിശലാഖയോടാണ് സ്ത്രീയെ ഉപമിക്കേണ്ടത് എന്ന് തൻ്റെ രചനകളിലൂടെ ലോക സമൂഹത്തിന് ഉദ്ബോധനം നടത്തിയ പ്രശസ്ത സാഹിത്യകാരി, വിഖ്യാതയായ എഴുത്തുകാരിയും കവിയുമായിട്ടുള്ള ഡോക്ടർ തസ്ലിമ നസ്റിനാണ് നമ്മുടെ സമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങളും വർണ്ണക്കുട്ട പിടിച്ച് തിരിച്ചു വരുന്ന ഈ കാലത്ത് നാം നിരന്തരം അതിനെതിരെ പടപൊരുതേണ്ടിയിരിക്കണം. വർഗീയത ഭൂരിപക്ഷത്തിൻ്റേതായാലും ന്യൂനപക്ഷത്തിൻ്റേതായാലും വർഗീയതയാണ്. പാമ്പ് ചെറുതായാലും വലുതായാലും വിഷം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വളരെ സങ്കടകരമായി പറയാനുള്ളത്, നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ലോകത്തിന്, പ്രത്യേകിച്ച് കേരളത്തിന് നൽകിയ നന്മകളുടെ ഫലം അനുഭവിക്കുന്നവരാണ് ഞാനും നിങ്ങളുമൊക്കെ തന്നെ. ഇന്ന് ഇടതുപക്ഷം അവരുടെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത് വലതുപക്ഷത്തിൻ്റെ മതചിഹ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പായുകയാണ്. ആ കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ബോധതീരങ്ങളിലേക്ക് ഒന്നുണർത്തി ചിന്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഇടതുപക്ഷം വീട്ടിലൊക്കെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോഴും അവരുടെ വീടുകളിൽ അതിന് പ്രാധാന്യം കൊടുക്കില്ല. മനുഷ്യനെ മാർച്ച് ചെയ്യുന്നൊരു വോട്ടും അതുപോലെ തന്നെ ഒരു ജാഥയിലെ അംഗവുമായിട്ട് മാത്രമേ കാണൂ. മനുഷ്യനെ ഉണർത്താനും ഉള്ള പദ്ധതികൾ സാംസ്കാരിക രംഗം ഇന്ന് അട്ടത്ത് കയറ്റി വച്ചിരിക്കുകയാണ്. വർഗീയത ഒരു സ്ഫോടക വസ്തു പോലെ മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുകയാണ്. ഈ സന്ദർഭത്തിലാണ്
മതരഹിത സാഹിത്യത്തിനുള്ള പ്രാധാന്യം നാം ഊന്നിപ്പറയേണ്ടത്. ലജ്ജ എന്ന നോവലിൽ തസ്ലീം അനസൻ എഴുതി ഇസ്ലാമിൻ്റെ അള്ളാഹുവിൻ്റെയൊക്കെ സംരക്ഷണം മുസ്ലിമുകളാണ്. മുസ്ലിമുകൾ ഒരിക്കൽ ഈ സംരക്ഷണത്തിൽ നിന്ന് വഴിമാറും. അതിനുള്ള കാരണം ലോകത്തിൽ ഇന്നേ വരെ ഉണ്ടായ 4500-ലധികം മതദൈവ സങ്കല്പങ്ങളൊക്കെ തന്നെ മണ്ണടിഞ്ഞു പോയിരിക്കുകയാണ്. അതുപോലെ ഇസ്ലാമിൻ്റെ ദൈവസങ്കല്പവും ഒരിക്കൽ മൺമറഞ്ഞു പോകുമെന്ന് ധീരതയോട് കൂടിയിട്ട് തൻ്റെ പേനകത്തുമ്പിലൂടെ പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ ഇന്നും വധഭീഷണി നേരിടുന്നത്. ഞാൻ എൻ്റെ പ്രഭാഷണം നീട്ടുന്നില്ല. ഫാസിസം അതിൻ്റെ ജനാധിപത്യപരമായിട്ടുള്ള ആ കഴിവൊക്കെ നമ്മളെ ചോദ്യം ചെയ്യുന്നതിനാണ് പ്രയോജനപ്പെടുന്നത്. യുക്തിബോധവും ശാസ്ത്രചിന്തയുമുള്ള മനുഷ്യരെയാണ് അവർ വെറുക്കുന്നത്. അറിവിൻ്റെ പ്രകാശവും സ്നേഹത്തിൻ്റെ ആർദ്രതയും ആർന്ന മനസ്സുകളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. പാണൻ്റെ കുലമറ്റ് കഴിഞ്ഞാൽ പാട്ടു പിന്നെ ആര് പാട്ടുമെന്ന സച്ചിദാനന്ദൻ്റെ കവിതയിലെ ചോദ്യം നാം ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ടുന്ന കാലം വൈകിയിരിക്കുന്നു. ശാസ്ത്രബോധവും ചരിത്രനിരാസവും നമ്മുടെ സമൂഹത്തിലെ ഒരു വലിയ ആശയതലത്തിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാംസ്കാരികപരമായിട്ടുള്ള പോരാട്ടവും ചരിത്രബോധം ഊട്ടിയുറപ്പിക്കലുമാണ് ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെയ്യേണ്ടത്. അതിൽ സ്നേഹത്തിൻ്റെ പക്ഷം നിൽക്കുന്ന എല്ലാവരെയും നാം പങ്കുചേർക്കണം. ഇരുളിൻ്റെ ആ കാട്ടുനീതിയെ നശിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നുള്ള കാര്യം നാം ഓർക്കണം. എല്ലാവിധ ആധിപത്യത്തിനെയും നാം എതിർക്കണം. മാനവികതയ്ക്ക് താളമുണ്ട്, ലയമുണ്ട്. അത് സമൂഹത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് മാനവികത, വിമർശന ബുദ്ധി, യുക്തിചിന്ത, അവകാശബോധം, സമത്വബോധം എന്നിവ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ നിങ്ങൾ അഗ്നിയായി ജ്വാലയായി പടരണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.